അക്ഷരം ആർ. ആർ മീൻസ് റെസ്പോൺസിബിൾ. എന്താ റെസ്പോൺസിബിൾ? ഉത്തരവാദിത്വം. മക്കളോട് എന്തുള്ളവരായിരിക്കണം? ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? 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 എങ്ങനെയാണ് നമ്മൾ ഉത്തരവാദിത്വം കാണിക്കുക? രാവിലെ മക്കളെ വിളിച്ച് എണീപ്പിക്കാറുണ്ടോ? നേരത്തെ വിളിച്ച് എണീപ്പിക്കാറുണ്ടോ? എങ്ങനെ എണീപ്പിക്കുക? 2 വിളി വിളിക്കും. പിന്നെയോ എണീക്കടാ. ബാക്കി എന്തൊക്കെയാണെന്ന് ഞാൻ പറയണില്ല. നോക്കൂ, നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് മക്കളെ എണീപ്പിക്കാൻ പഠിപ്പിച്ചെന്നറിയാമോ? നിങ്ങൾ സുപ്രഭാതം കേട്ടിട്ടുണ്ടോ? ക്ഷേത്രങ്ങളിൽ വെക്കുന്ന സുപ്രഭാതം ഏതാ? കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ. എന്താ അർത്ഥം? കൗസല്യ സുപ്രജ, കൗസല്യയുടെ നല്ല മകനെ, കൗസല്യയുടെ നല്ല മകനെ. കൗസല്യ സുപ്രജ ആരാണ്? രാമ. പൂർവ സന്ധ്യ പ്രവർത്തതേ, കിഴക്ക് ദിക്കിൽ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. പിന്നെയോ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർധൂല, എഴുന്നേൽക്കൂ മനുഷ്യ പുലി. നരശാർധൂല നമ്മൾ പറയാറില്ല, അവൻ പുലിയാന്ന് പറയാറില്ലേ? അല്ലേ? ആ പുലിയാന്ന് പറഞ്ഞ ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ട് രാമനെ വിളിച്ചതാണ് കൗസല്യ. ഉത്തിഷ്ഠ നരശാർധൂല, അല്ലയോ പുലിക്കുട്ട നീ എഴുന്നേൽക്ക്. നമ്മളെന്താ വിളിക്കുക? എണീക്കട കഴുതേ. അങ്ങനെയല്ലേ വിളിക്കുക? പുലിക്കുട്ടാന്ന് വിളിച്ചത് കൊണ്ട് രാമൻ ആരായി? പുലിയായി. നമ്മൾ മക്കളെ എന്താ വിളിക്കണത്? എണീക്കട കഴുതേന്ന്. എന്നിട്ട് ആ കുട്ടി വിവരമില്ലാണ്ട് കാണിച്ചു കഴിഞ്ഞാൽ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം നമ്മൾ എണീക്കുമ്പോഴേ വിളിക്കണത് എന്താ? ഇങ്ങനെയൊക്കെയാണ് വിളിക്കണത്. പറഞ്ഞത് മനസ്സിലായോ? അതാണ് റെസ്പോൺസിബിലിറ്റി. മക്കളോട് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോൺസിബിൾ ആയിരിക്കണം. അവരെ നിയന്ത്രിക്കുന്നതും സംസാരിക്കുന്നതും പെരുമാറുന്നതിനുമൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് അവൻ നാളെ ഈ സമൂഹത്തിൽ വളരുന്നതെന്ന ബോധ്യവും ഉത്തരവാദിത്ത ബോധവും ആർക്കുണ്ടാവണം? രക്ഷിതാവിനുണ്ടാവണം. അത് സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ആർ. മനസ്സിലായോ? 4-മത്തത് ഇ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നു എൻകറേജിങ്. എന്താ എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? എൻകറേജ് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തലയാട്ടൊന്നും വേണ്ട, എന്ത് പറഞ്ഞാലും തലയാട്ടും. മക്കളിപ്പോൾ ഒരു കാര്യം വന്നിട്ട് പറയും, അമ്മേ ഞാനിതാ ഇങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞ് എനിക്ക് 10-ൽ 8 മാർക്കുണ്ട്. നമ്മളെന്താ പറയുക? ബാക്കി 2 അവിടെ പോയടി. ചോദിക്കുമോ? ഇല്ലയോ? ചോദിക്കില്ലേ? നേരെ മറിച്ചാ നിനക്ക് 8 കിട്ടിയല്ലോ എന്ന് എത്ര അമ്മമാർ പറയും, എത്ര അച്ഛന്മാർ പറയും? അവിടെയാണ് പ്രോത്സാഹനം. ഞാനതൊക്കെ ഡീറ്റെയിൽസ് പറയാം. എന്തായാലും അതാണ് ഈ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നു എൻകറേജിങ് അഥവാ പ്രോത്സാഹിപ്പിക്കുക. 5-മത്തത് എൻ. എൻ മീൻസ് നർച്ചറിങ്. എന്താ നർച്ചറിങ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പരിപോഷിപ്പിക്കുക. അവനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പരിപോഷിപ്പിക്കുക. അടുത്തത് ടി മീൻസ് ടേക്ക് കെയർ. അവനെ എന്ത് ചെയ്യുക? പരിപാലിക്കുക. പരിപാലിക്കുക. നോക്കൂ, പാരന്റ് എന്ന 6 അക്ഷരങ്ങളിൽ 1-മത്തത് ക്ഷമ, 2-മത്തത് ശ്രദ്ധ, 3-മത്തത് ഉത്തരവാദിത്വം, 4-മത്തത് പ്രോത്സാഹനം, 5-മത്തത് പരിപോഷിപ്പിക്കുക, 6-മത്തത് പരിപാലിക്കുക. ഈ 6 എണ്ണം നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് വെച്ചാൽ മംഗളകരമായിട്ടുള്ള അവസ്ഥ കുഞ്ഞുങ്ങൾക്കുണ്ടാകും, ആ കുടുംബത്തിനുണ്ടാവും. ശരിയല്ലേ? ശരിയല്ലേ? ഈ 6 സ്റ്റെപ്പുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പാരന്റ് എന്ന അക്ഷരം കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായോ?